എന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ തന്നെ പേഴ്സ് കണ്ടുപിടിച്ചു. ഞാനൊരു സത്യം പറയാം, കുറച്ച് നേരത്തെ എനിക്ക് പേഴ്സ് കിട്ടിയായിരുന്നു. പെങ്ങളെ പറ്റിക്കാൻ വേണ്ടി പോക്കറ്റ് ഇട്ടതാ. വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുത്താണ് അടിക്കുന്നത്. അവസരം എനിക്ക് തരട്ടെ. നിങ്ങളൊക്കെ എല്ലാവർക്കും അവസരം തന്നില്ലേ? ഒരവസരം എനിക്കതാ. അയ്യോ എന്താണ് ഈ നോക്കണത്? നമ്മുടെ ബൈജുനൊക്കെ ഉണ്ടോ? ഏത് ബൈജു? അയ്യപ്പ ബൈജു. നമ്മുടെ കുടിയൻ ബൈജു. ഞാനൊന്നും കണ്ടില്ല അവനെ. ഇല്ലേ? എന്താ കാര്യം എന്താണ്? അതെ, വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫുള്ള് മേടിക്കാൻ വേണ്ടി അവരിൽ പൈസ കൊടുത്തു വിട്ടു. അപ്പൊ പൈസ ഇല്ല, ഫുള്ളും ഇല്ല. അവനെ കാണാൻ നിന്നെയൊക്കെ സമ്മതിക്കണം. എടാ കള്ളന്റെ ആരെങ്കിലും താക്കോല് കൊടുത്തു വിടുവോ? ഇവന്റെ ഒടുക്കത്തെ കുടികാരനെ അവൻ നശിച്ച് പണ്ടാടങ്ങി പോകും. അവനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അവന്റെ കൂട്ടുകാരാണ് അവനെ ചീത്തയാക്കണത്. ഇങ്ങനെയാണ് കുടിയന്മാരായ കൂട്ടുകാരുണ്ടെങ്കിൽ ആരായാലും വഷളായി പോകും. എന്നെ ആര് കുടിക്കും നീ പറയണത്? എടാ അവന്റെ കൂട്ടുകാരന്മാർ ആരും കുടിക്കൂല. ഒരു ഫുള്ള് മേടിച്ച് കഴിഞ്ഞാൽ ഈ അയ്യപ്പ ബൈജു ഒറ്റയ്ക്ക് അടിക്കണം. അവന്റെ കൂട്ടുകാരന്മാര് വല്ല ചായയും ജ്യൂസും കുടിച്ചിരിക്കും. ചുമ്മാതല്ല അവന് കോലത്തിലായി പോയത്. അയ്യപ്പന്റെ ഫുള്ളിന്റെ കാര്യം അതവൻ ഒറ്റയ്ക്ക് അടിച്ചിട്ടുണ്ടാവും. വഴിയരികിൽ പതിനായി ചിരിച്ചു നിൽക്കുമ്പോഴു അരി കിട്ടിയാൽ ഓടയ്ക്കുള്ളിൽ കിടന്നുറങ്ങുമ്പോഴു അയ്യപ്പ ബൈജു അയ്യപ്പ ബൈജു. അല്ല ഇവരൊക്കെ കാരണം നമുക്കൂടെ ജീവിക്കാൻ മേലെ ഇവരൊക്കെ മാത്രമുള്ള ഡീസന്റ് ആൾക്കാർ. ഇവര് വലിയ ആൾക്കാരല്ല, അവരെ പോലെ സാമാന്യ ബോധമുള്ള വ്യക്തിയാണ് ഞാൻ. അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല കേട്ടാ. നമ്മൾ ഉദ്ദേശിക്കുന്ന നടക്കൊന്നുമില്ല. എപ്പോ ഗുരുവായൂരപ്പോ ഗുരുവായൂരപ്പന് ഫോൺ എടുത്തോ? എക്സ്ക്യൂസ് മീ, ആ ഗുരുവായൂരപ്പന്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ? എന്ത്? അല്ല, ഗുരുവായൂരപ്പന്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ? ഇവിടെ എന്റെ വൈഫിന്റെ അമ്മാവൻ ആക്സിഡന്റ് ആയിട്ട് മരിച്ച ആ ഷോക്കിൽ ഞാൻ വെച്ചാണ് ഗുരുവായൂരപ്പന്ന്. അമ്മാവൻ മരിച്ച ചെലവുണ്ടേ? അമ്മാവൻ മരിച്ചെങ്കിൽ ഒരു പൈൻചക്ക മേടിക്കാം, അതിനുള്ള ആസ്തിയൊക്കെ. ഒരാൾ മരിച്ചു കിടക്കുമ്പോഴാണ് ചെലവ് ചെയ്യുന്നത്. അതറിയാൻ പോലെ ഇപ്പൊ ദുഃഖം വന്നാലും സന്തോഷം വന്നാലും സാധനം മേടിച്ച് നമ്മള് കമ്പനി കൂടും. അതായത് സിസ്റ്റം. രാവിലെ നന്നായിട്ട് കയറ്റിയിട്ടുണ്ടല്ലോ. അങ്ങനെ സംസാരിച്ച ആളായി പോവല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു വിമാനം പറക്കുന്നെങ്കിൽ ഇന്ധനം വേണ്ടേ? വേണം. ഒരു കാറ് മൂവ് ചെയ്യുന്നെങ്കിൽ ഇന്ധനം വേണ്ടേ? എന്ന് പറഞ്ഞ പോലെ എനിക്ക് മൂവ് ചെയ്യാൻ ഇച്ചിരി ഇന്ധനം അടിച്ചു, അത്രേ ഉള്ളൂ. ആയിക്കോ. രാവിലെ എങ്ങോട്ടാണ് വെള്ളം അടിച്ചിട്ട്? രാവിലെ എങ്ങോട്ടാണ്? ഞങ്ങള് എന്റെ വീട്ടിലെ കറണ്ട് ചാർജ് അടയ്ക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ഓഫീസ് വരെ ഒന്ന് പോകും. സർക്കാർ ഓഫീസിൽ രാവിലെ വെള്ളം അടിച്ചു പോവുക. വെള്ളം അടിച്ചോണ്ട് എന്നാ കറണ്ട് ചാർജ് സ്വീകരിക്കത്തില്ലേ? ഒരു സർക്കാർ ഓഫീസിൽ അത്യാവശ്യം ഒരു മര്യാദ ഒക്കെ പാലിക്കണം. വെള്ളം അടിച്ചോണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല, അറിയാമോ നിനക്ക്? സർക്കാരിന് വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം, വെള്ളം അടിച്ചോണ്ട് കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റില്ല. അതല്ലേ നിങ്ങൾ അങ്ങനെ സംസാരിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്കറിയാവോ, ഈ ജോലി സമയത്തും അതായത് ഡ്യൂട്ടി സമയത്തും വെള്ളമടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ എനിക്കറിയാം. ഡ്യൂട്ടി സമയത്ത് ഏത് ഉദ്യോഗസ്ഥനാണ് വെള്ളം അടിക്കാറുള്ളത്? ഒരു ഉദ്യോഗസ്ഥനും വെള്ളം അടിക്കാറില്ല ഡ്യൂട്ടി സമയത്ത്. പിന്നെ ഫയർഫോഴ്സുകാരടിക്കുന്നില്ല, വാട്ടർ അതോറിറ്റിക്കാരടിക്കുന്നില്ല. അപ്പൊ അവർക്കൊക്കെ വെള്ളം അടിക്കാം, നമുക്ക് മാത്രം വെള്ളം അടിക്കാൻ പറ്റും. അത് അവരുടെ ജോലിയല്ലേ? അവരുടെ ജോലി അതാണെങ്കിൽ എന്റെ ജോലി ഇതാ. നിന്നെ പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ എന്തിനാണ് ഈ കറണ്ട് കാശ് അടക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്റെ വീട്ടിലെ കറണ്ട് കാശ് അടക്കാറില്ല. കഴിഞ്ഞ മാസം കറക്റ്റ് ആയിട്ട് കറണ്ട് കാശ് അടച്ച് വീട്ടിൽ വന്ന് സ്വിച്ച് ഇട്ടപ്പോ ഉണ്ടല്ലോ ഒരുമാതിരി അരണ്ട വെളിച്ചം. എന്തിനാണ് പിന്നെ കറണ്ട് കാശ് അടക്കുന്നത്? അത് അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഈ കലക്കവെള്ളത്തിൽ നിന്നല്ലേ കറണ്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ബൾബൊക്കെ ഒരുമാതിരി മങ്ങി അരണ്ടായിട്ട് തോന്നുന്നത്. അല്ല പിന്നെ നല്ല തെളിച്ചം കിട്ടും. മിനറൽ വാട്ടിന്ന് കറണ്ട് എടുക്കും. മിനറൽ വാട്ടറിൽ നിന്ന് കറണ്ട്, അത് നമ്മുടെ സർക്കാർ. നീ അതൊന്നും പറഞ്ഞിട്ട് അതൊന്നും നീ സംസാരിക്കണ്ട. നിന്റെ വേറൊരു കാര്യം ഞാൻ ചോദിക്കാതിരിക്കണമെന്ന്. എടാ, കഴിഞ്ഞ ദിവസം നിന്റെ വൈഫിന് എന്ത് ഇടിയാടാ മേടിച്ചത് മുറ്റത്തിട്ട്? എടാ, ഞാനൊരു അയൽവാസിയായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്, ഞങ്ങൾക്കാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. എന്ത് ഇടിയാടാ? എടാ, നമ്മുടെ വൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ഭാഗമാണ് ജീവിതത്തിന്റെ. എന്റെ മനുഷ്യരെ, അത് ഞാൻ കാണുന്നതാണ്. അവിടെ കുഴപ്പം കൊണ്ടല്ലേ. എന്ത് കുഴപ്പം?
രഘുചേട്ടൻ ഒരു കാര്യം, രഘുചേട്ടൻ ഉദാഹരണത്തിന് ഒരു പശുവിനെ വളർത്തുന്നു, അതിന് കൃത്യമായിട്ട് കാലിത്തീറ്റ കൊടുക്കുന്നു, പിണ്ണാക്ക് കൊണ്ട് കൊടുക്കുന്നു, പുല്ലി എത്തി കൊണ്ടിട്ട് കൊടുക്കുന്നു, ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം അപ്പുറത്തെ സുഭാഷ് വന്ന് കറക്കാൻ വന്നാൽ നിങ്ങൾക്ക് സൂഹിക്കുവോ? നിങ്ങളോട് ചോദിക്കുന്നതിലും പറഞ്ഞു നിങ്ങൾ സൂഹിക്കുവോ? അത് സൂഹിക്കില്ല. അവര് കറക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതെല്ലാം ചെയ്ത? എടാ സത്യത്തിൽ എന്താ അവിടെ സംഭവിച്ചെന്ന് പറ. നീ ഇതാണ് അവിടെ നടക്കുന്നത്. എന്ത് നിങ്ങൾ ചേട്ടനറിയോ, ഞാൻ രാവിലെ പോലും കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടി പാടുപെട്ടു പണി എന്റെ പട്ടി ചെയ്യും. പണി ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. ഞാൻ ഷാപ്പിൽ പോയി വൈകുന്നേരം വരെ അടിച്ച് സെറ്റായിട്ട് ഇഴഞ്ഞും വലിഞ്ഞും എന്റെ വീട്ടിൽ വരുന്നു, അറിയോ? അപ്പൊ ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ, എന്റെ വൈഫ് മറ്റൊരു പുരുഷനായിട്ട് സ്പീച്ച് എന്റെ പെണ്ണുമ്പോൾ വേർത്തിനായിട്ട് സംസാരിക്കുന്നു. ഇത് പഴയ കാലവും നല്ലതെന്നും അതൊരു സോഷ്യൽ മെന്റാലിറ്റിയുടെ പുറത്ത് അവൾ ആരോടെങ്കിലും സംസാരിക്കുന്നതായിരിക്കും. ആണോ? ഇത് സോഷ്യലിസം കാണിക്കാനേ. ഇത് കാരൽ മാർക്സിന്റെ വീടൊന്നുമല്ല, എന്റെ സ്വന്തം വീടാ. മനസ്സിലായി? ഞാൻ ചോദിക്കട്ടെ, ഒരു പുരുഷൻ ഇല്ലാത്തപ്പോ ആ പുരുഷന്റെ വൈഫോട്ട് മറ്റൊരു പുരുഷൻ സംസാരിക്കുന്നതാണോ കേരളത്തിൽ സോഷ്യലിസം? അല്ല, അവിടെ എന്താണ് ബഹളം കേട്ട എന്താണെന്ന് പറഞ്ഞു. ഞാനൊരു അക്ഷരം മിണ്ടില്ല. ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യാനേ പോയില്ല. ഞാൻ ഒരു അക്ഷരം മിണ്ടാതെ പുറകെ കൂടി മിണ്ടാതെ അങ്ങോട്ട് ചെന്നിട്ട് ഒറ്റ ചവിട്ടിനെ അവിടെ നട്ടലൊടിച്ചു കളഞ്ഞു. കണ്ട എടാ, അത്ര ചങ്കൂറ്റുള്ളവനാണെങ്കിൽ നിനക്ക് അവളുടെ മുമ്പിൽ ചെന്ന് ചവിട്ടാൻ പാടില്ലായിരുന്നു. ആ മുന്നിൽ കൂടി ചെന്ന് അവൾ എന്റെ നട്ടലൊടിക്കത്തില്ലേ? അപ്പൊ എനിക്ക് നട്ടല് വേണ്ടേ? ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. വേറൊരുത്തരും അവിടെ സ്പീച്ച് ചെയ്യണമെന്നല്ലേ നീ പറഞ്ഞു അവളുടെ കൂടെ ഇരുന്ന്? നിനക്ക് അവനടിക്കാൻ പാടില്ലായിരുന്ന? പരിചയമില്ലല്ലോ. പരിചയമില്ലാത്ത ഒരാൾ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. IPC 332 പ്രകാരം പരിചയമില്ലാത്തവരെ അറ്റാക്ക് ചെയ്യുന്ന ശിക്ഷാർഹമാണ്. അതുകൊണ്ടാണ് ഒന്നും ചെയ്യാറുണ്ട്. ഞാൻ ചെയ്തേ. എടാ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്ക്. നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തന്ന സമ്മാനമാണ്, അറിയാമോ? ആണോ? നിങ്ങൾക്ക് ദൈവം തന്നായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ പിള്ളേരെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അറിയോ? എടാ, നമ്മള് കഷ്ടപ്പെട്ടാലും ദൈവത്തിന് ക്രെഡിറ്റ് മുഴുവൻ. നമ്മുടെ കഷ്ടപ്പാടിന് ഒരു വിലയില്ല. എടാ, ഞാൻ സമ്മതിച്ചു, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തന്നെ സമ്മതിച്ച്. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുട്ടിയാണ് നീ പട്ടിയെ തല്ലുന്ന പോലെ കഴിഞ്ഞ ദിവസം തല്ലിയത്. എന്റെ ചേട്ടൻ എന്റെ മോനെ തല്ലിയതിന് എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ തല്ലുവോ? എന്ത് കാരണം? ഞാൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ ഞാൻ ചോദിച്ചു, സുമേഷേ നീ എവിടെ പോയിട്ട് വരുവാന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറ, അവൻ അമ്പലത്തിൽ പോയത്. അമ്പലത്തിൽ പോയ ഇത്ര വലിയ തെറ്റാണടാ. ആയിക്കോട്ടെ, അമ്പലത്തിൽ പോയിക്കോട്ടെ, സമ്മതിച്ചു. പക്ഷെ ഞാൻ ചോദിച്ചു, ഇന്ന് നീ അമ്പലത്തിൽ പോകേണ്ട കാര്യം എന്താന്ന് വെച്ചു. അവൻ പറയണേ, അവൻ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിക്കാൻ പോയത്. അതൊക്കെ നല്ല കാര്യമല്ലേ? അമ്മയുടെ പേരിലൊക്കെ ഒരു പുഷ്പാഞ്ജലി കഴിക്കാൻ നല്ല കാര്യമല്ലേ? ചേട്ടാ, അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചോട്ടെ, പക്ഷെ അത് കേൾക്കുമ്പോ അച്ഛനായി എനിക്കൊരു ഫീലിങ്സ് ഉണ്ടാവത്തില്ല. അമ്മയുടെ പേര് മാത്രം ഈ അച്ഛനൊരു വാല്യൂ ഇല്ല. അത് ശരിയാണ്, നിനക്ക് വേണ്ട എന്തെങ്കിലും കഴിക്കാൻ. ഞാൻ ചോദിച്ചു, മോനെ നീ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ച് സമ്മതിച്ചു, പക്ഷെ നീ അച്ഛന്റെ പേരിൽ എന്ത് കഴിച്ചെന്ന് വെച്ചാൽ അവൻ പറഞ്ഞെന്താന്നറിയാം, എന്റെ പേരിൽ അപ്പുറത്തെ രായപ്പഞ്ചേട്ടൻ്റെ കടയിൽ പോയി 3 കുറ്റി പൊട്ടും 2 ബീഫ് കറിയും കഴിച്ചെന്ന്. കാരവാരി നിലത്തടിക്കണ്ടവൻ അവൻ എനിക്ക് ചെലവുണ്ടാക്കിയിട്ട് വന്നിരിക്കാം. എന്തും ആയിക്കോട്ടെ, നിന്റെ കുട്ടിയും എന്റെ കുട്ടിയും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്, അറിയാമോ നിനക്ക്? ആ സ്കൂൾ എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തിന് അവാർഡ് കിട്ടിയ സ്കൂളാണ്. പക്ഷെ അവർ കഴിഞ്ഞ ദിവസം സാർ എന്നെ കണ്ട പറയാ, നിന്റെ കുട്ടികൾക്ക് അച്ചടക്കമില്ലെന്ന്. ഞാൻ പറഞ്ഞു, എങ്ങനെ ഉണ്ടാകും? നിന്റെയല്ലേ പിള്ളേര്, എങ്ങനെ ഉണ്ടാവും? ആ സ്കൂളിൽ പോയപ്പോൾ അച്ചടക്കം പഠിപ്പിക്കും. എന്താണ് ആ സ്കൂളിൽ അച്ചടക്കം കാരണമാണല്ലോ അവിടുത്തെ പിള്ളേരുടെ പടമൊക്കെ മൊബൈലിൽ വന്നിട്ട് പിള്ളേരെ ആത്മഹത്യ ചെയ്യുന്നത്. നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യമൊന്നും എന്നോട് സംസാരിക്കണ്ട. ഈ പിള്ളേർ അച്ചടക്കം പഠിക്കണമെങ്കിൽ എന്നെ പോലുള്ള മദ്യപാനികളെ കണ്ടുപിടിക്കണം. മദ്യപാനികളാണ് എല്ലാവർക്കും അച്ചടക്കം പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ. നിങ്ങൾ എന്നെ അങ്ങ് പുച്ഛിച്ച് സംസാരിക്കുന്നു. നിങ്ങൾക്കറിയോ, കേരളത്തിലെ ബീവറേജ് സ്റ്റോറിന്റെ ഫ്രണ്ടിൽ എന്നെ പോലുള്ള മദ്യപാനികൾ നിൽക്കുന്ന ക്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ക്യൂ നിൽക്കുമ്പോ ഞങ്ങളുടെ ഭവ്യത, ഞങ്ങളുടെ എളിമത്വം, ഞങ്ങളുടെ ഒത്തൊരുമ, ഇതെല്ലാം കണ്ടു വേണം ഇന്നത്തെ ജനറേഷനിലെ പിള്ളേരെ അച്ചടക്കം പഠിക്കാൻ. അല്ലാതെ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നൊന്നുമല്ല അച്ചടക്കം, കേട്ടോ? എടാ, നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നെ പറഞ്ഞിട്ട് നിനക്ക് ദൈവവിശ്വാസത്തിന്റെ കുറവുണ്ട്, അതാണ് അതിന്റെ പ്രശ്നം. നീ അത്യാവശ്യം വല്ല അമ്പലത്തില പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഈ കുടിയെന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ പറയല്ല. ഞാൻ ഈ വൃശ്ചികമാസമൊക്കെ വരുമ്പോ ഞാനും ശബരിമലക്കൊക്കെ പോയിട്ടുണ്ട്. നേരെ ശബരിമല വിളിക്കാൻ അറിയാൻ പാലാത്തവനാണ് ശബരിമലക്ക് പോകാൻ നിൽക്കുന്നത്. നിനക്ക് എനിക്ക് അങ്ങനെ സംസാരിച്ചു പോലെ. ഞങ്ങളുടെ വാർഡിൽ നല്ല സൂപ്പറായിട്ട് ശരണം വിളിക്കുന്ന ഒരു വ്യക്തിയാണ്. നീയാ? എങ്കിലും എനിക്കൊന്ന് പരീക്ഷിക്കണം നിന്നെ. ഞാൻ ശരണം വിളിച്ചാൽ നീ ഏറ്റിയല്ലോ. വിളിക്കും. ഓക്കെ. സാമ്യേ അയ്യപ്പോ കെട്ടും കെട്ടി ശബരിമലയൊക്കെ ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. മോക്ഷം കിട്ടിയ പോക്കും നിർത്തും. അല്ല, അതെന്നാന്നറിയാം, ഒരാളൊരു സാധനം നമുക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു മതിയായി.
സന്തോഷമായി. എടാ നീ എന്റെ ലൈഫ് ഒന്ന് കണ്ടുപിടിക്കുക. ഞാനും എന്റെ വൈഫും തമ്മിലുള്ള സ്നേഹം, ആ സ്വരുമ, ആ ഒത്തൊരുമ നീ കണ്ടു പഠിക്കടാ. ഇന്ന് തന്നെ ഈ മഹിളാരത്നം പരിപാടിക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അവളെ പാട്ട് പഠിപ്പിച്ച് ഡാൻസ് പഠിപ്പിച്ച് ഞങ്ങളിപ്പോ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ ഓക്കെ SMS ചെയ്യണം. ഞാൻ അവളെ അതേ വരുന്നുണ്ടല്ലോ. ചേട്ടാ ആ സാരി മാറ്റി ഞാൻ എല്ലായിടത്തും SMS ചോദിച്ചു. അയ്യോ ദൈവമേ, ഏതൊരു നല്ല വഴിക്ക് പോയാലും ഈ തെണ്ടിയുടെ മുഖം കണി കണ്ടോണ്ട് പോകാനാണല്ലോ എന്റെ വിധി. കണി ശരിയായില്ലേ? ഗുരുവായൂരപ്പൻ തന്നെ. കണി ശരിയല്ല. അതെ, ഇന്ന് ഏത് അമ്പലത്തിലോട്ട് എഴുന്നള്ളത്തല്ല, ഞങ്ങൾ മഹിളാരത്നത്തിൽ പങ്കെടുക്കാൻ പോകണെന്ന്. മഹിളാരത്നം പരിപാടിക്ക് പങ്കെടുക്കാൻ പോവാണ്. ഇവനോടൊക്കെ പോയി ഇതൊക്കെ വിസാരിക്കുന്നുണ്ടോ? ഞങ്ങൾ എവിടെ പോകണം ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ പോകുന്ന താനല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾ അവിടെ പോകുന്നത് നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ എന്റെ നെഞ്ചത്ത് കയറാൻ പറ്റും. മിടുക്കായി പോയി. തണ്ണി അടിച്ചാ വയറ്റി കിടക്കണേ, വെള്ളം അടിച്ചാ വയറ്റി കിടക്കണമെന്ന്. എല്ലാരും പുറം വെള്ളം അടിച്ചാ വയറ്റി കിടക്കണം. അതെ, എനിക്കറിയാൻ മേലോട്ട് ചോദിക്കുക. ഈ വെള്ളം അടിച്ചാൽ കയറി കിടക്കുന്ന സ്ഥലമാണോ ഈ വയറ്? നീ വെള്ളം അടിച്ചാ നിന്റെ വയറ്റി കിടക്കണം. അതെ, ഞാൻ അടിച്ചോളാം, പിന്നെ നിങ്ങൾ വയറ്റുന്നു. കണ്ട, പറയേണ്ട സ്ഥാനം പറയേണ്ട രീതി പറഞ്ഞാൽ ഏത് ശക്തിയും പിൻവലിയും. ഈ സ്ഥാനത്ത് നിങ്ങൾ അവിടെ മഹിളാരത്നമാക്കാൻ. ഇതിനെ മഹിളാരത്നമല്ല ലഹളാരത്നമാക്കാൻ ഞങ്ങൾ സഹിച്ചു. നീ ഒന്ന് പറയുന്ന കേക്കടാ ബൈജു. നീ ഒന്ന് പറയുന്ന കേക്ക്. നിങ്ങൾ ആദ്യം അവിടെ നിങ്ങൾ നിയന്ത്രിക്കണം. അല്ല, ഞാൻ പറയുന്ന കേക്ക്. എടാ, ഇവക്ക് ഒരേ ഒരു ആഗ്രഹം, ഫ്ലാറ്റിൽ താമസിക്കണമെന്ന്. അപ്പൊ ഈ പരിപാടിയിൽ ഇവള് വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദുബായിൽ ഒരു ഫ്ലാറ്റ്, തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ്. അപ്പൊ ഞങ്ങൾക്ക് സുഖമായിട്ട് ഫ്ലാറ്റിൽ താമസിക്കാമല്ലോ രണ്ടുപേർക്ക്. എടോ, ദുബായിലും തിരുവനന്തപുരത്തും ഒക്കെ ഫ്ലാറ്റ് കിട്ടണമെങ്കിൽ സ്വന്തം തടിയാണെങ്കിൽ പണി ചെയ്യണം. അല്ല, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ കുളിച്ചൊരുക്കി TV കൂടി കോപ്രായം കാണിച്ചല്ല ഫ്ലാറ്റ് മേടിക്കണം. നീ ഒന്ന് പറയുന്ന കേക്ക്. ഇവളുടെ പ്രോഗ്രാം കാണണം, ഇവളുടെ പെർഫോമൻസ് കണ്ടിട്ട് നീ SMS അയക്കണം. അയച്ചേ പറ്റൂ. SMS എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായി എനിക്ക്? അറിയാം. എന്നാണ്? സാധാരണക്കാരന്റെ മണി കളന്ന സാധനം. അതല്ലടാ, വോട്ട് ചെയ്യണമെന്നാ പറഞ്ഞത്. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്നാ ഫ്ലാറ്റിൽ കയറ്റും. ഫ്ലാറ്റിൽ കുടിച്ചോണ്ട് വന്ന ഞങ്ങൾ കയറ്റൊന്നുമില്ല. സ്വഭാവം മാറി. ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ എന്തായാലും ഇവക്ക് വോട്ട് ചെയ്തേ പറ്റൂ. ഇനി വന്നേ, വേറെ കാര്യം പറയാൻ പറഞ്ഞേ. എന്റെ വൈഫിന്റെ ഫോർമാറ്റ് അറിയാമോ നിനക്ക്? നിങ്ങളുടെ വൈഫിന്റെ ഫോർമാറ്റ് എനിക്കാണ് അറിയാവുന്ന. സ്വന്തം പെണ്ണുമ്പോഴാണ് ഫോർമാറ്റ് പോലും അറിയാൻ മേലാത്ത നമ്മൾക്ക്. പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാ എവരോട് പോയി സംസാരിച്ചത്? അരക്കാനുള്ളത് എടുക്കും. മാഷ എവിടെ പോകുമ്പോ ഞാൻ കണ്ടില്ലായിരുന്നു. നിന്നോട് ഒരാഴ്ചയായിട്ട് സ്കൂളിലോട്ട് വരാൻ പറഞ്ഞല്ലോ, നീ എന്താ അങ്ങോട്ട് വരാത്തെ? ഞാൻ പഠിത്തം നിർത്തിട്ട് കുറെ നാളായില്ലേ, പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്ന? നിന്റെ പഠിത്തത്തിന്റെ കാര്യം പറയാനല്ല, നിന്റെ പിള്ളേരുടെ ശല്യം കാരണം. ആണോ? എന്റെ പിള്ളേരുടെ ശല്യം കാരണം ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പിന്നെ അവൻ പറഞ്ഞു എന്നെ ശല്യം ചെയ്യില്ല. പറയാനാന്ന് പറഞ്ഞു കേട്ടോ. നിന്റെ എന്ത് പാടാ നിന്റെ പിള്ളേരുടെ? എന്ത് പിള്ളേരാപ്പ ഇത്? ഞങ്ങളോട് ചോദിക്കുന്നു. അവന്റെ പിള്ളേരെ പറ്റി അവന്റെ അഭിപ്രായം. ഇങ്ങനെ ഭൂലോക മണ്ടൂസ് രണ്ടെണ്ണം. അവര് ഭൂലോക മണ്ടൂസ് ആയതുകൊണ്ടാ ഞാൻ ആ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടത്. അവര് ബ്രില്യന്റ് ആയിരുന്നെങ്കിലേ ഞാൻ അവരെ വല്ല ഇംഗ്ലീഷ് മീഡിയത്തിലും പറഞ്ഞു വിട്ടേ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞു വിട്ടവന്മാർ IG യും കളക്ടറും ഒക്കെ ആവും. ചിലപ്പോ അറിയാൻ പറ്റില്ല, ചിലപ്പോ ഓട്ടോമാറ്റിക് ആയിട്ടാവും. നിങ്ങൾ കേട്ടോ, ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാന്ന് പറഞ്ഞ ഭാഗത്ത് എവന്റെ പിള്ളേര് ഒന്നും എഴുതിയിട്ടില്ല. ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത്. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്റെ പിള്ളേര് ഒന്നും എഴുതിയിട്ടില്ല. ആണോ? നിങ്ങൾ എവിടെ ക്വസ്റ്റ്യൻ പേപ്പർ അടിക്കാൻ കൊടുക്കുക? സർക്കാരിൽ നടിച്ച് ഞങ്ങൾ പിള്ളേർക്ക് കൊടുക്കും. ആണോ? അപ്പൊ സർക്കാരിനോട് പറയണം വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ. അല്ലാതെ എന്റെ പിള്ളേരല്ല സർക്കാർ വിട്ടത് പൂരിപ്പിക്കുന്നത്. സർക്കാർ തെറ്റ് ചെയ്തത് നമ്മള് പിള്ളേർക്ക് കിടക്കാൻ മേലെ. അതൊക്കെ പോട്ടെ. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് കെമിസ്ട്രിക്ക് 1, ഫിസിക്സിന് 2, ബയോളജിക്ക് 3,